മമ്മൂട്ടിക്കൊപ്പം ജയറാം ടൈറ്റിൽ റോളിൽ അഭിനയിച്ച് 2024 ഇറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. അനശ്വര രാജൻ, അനൂപ് മേനോൻ, അർജുൻ അശോകൻ, ജഗദീഷ്, സൈജു കുറുപ്പ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു IT ജീവനക്കാരന്റെ മരണം അന്വേഷിക്കാനും ബർത്ത്ഡേ കില്ലർ എന്നറിയപ്പെടുന്ന ഒരു സീരിയൽ കില്ലറിനെ പിടികൂടാനുമുള്ള ACP എബ്രഹാം ഓസ്ലറുടെ ശ്രമങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ചിത്രം. ACP എബ്രഹാം ഓസ്ലറും ഭാര്യ അനീഷയും മകളും അവധിക്കാലം ആഘോഷിക്കാൻ ഒരു റിസോർട്ടിലേക്ക് എത്തുന്നു. മകളുടെ ക്യാമറയ്ക്ക് അച്ഛൻ പോസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത്. അപ്പോൾ നടന്നൊരു കൊലപാതകം മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ വിളിച്ച് പറയുന്നുണ്ട്. പെട്ടെന്ന് മകളുടെയും ഭാര്യയുടെയും അടുത്തുനിന്ന് ആ കേസിന്റെ അന്വേഷണത്തിനായി അദ്ദേഹം യാത്ര തിരിക്കുന്നു. എന്നാൽ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ അയാളുടെ സഹപ്രവർത്തകനോട് താൻ ഇവിടെയുള്ള കാര്യം എന്തിനാണ് ലോക്കൽ പോലീസിനെ അറിയിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങൾ അറിയിച്ചിട്ടില്ല, അതൊരു വ്യാജ കോളാണെന്ന് പറയുമ്പോഴാണ് എന്തോ പന്തികേട് ഓസ്ലർക്ക് മനസ്സിലാകുന്നത്. പെട്ടെന്ന് അദ്ദേഹം തിരിച്ച് ധൃതിയിൽ റിസോർട്ടിലേക്ക് തന്നെ എത്തുന്നു. അവിടെ എത്തുമ്പോഴോ ഒരു സംഘർഷം നടന്നതിന്റെ അന്തരീക്ഷം കണ്ട് ഓസ്ലർ ഞെട്ടുന്നു. ശേഷമുള്ള തെരച്ചിലിൽ തന്റെ ഭാര്യയും മകളെയും മിസ്സായതായി അദ്ദേഹം മനസ്സിലാക്കും. ശേഷം ഒരു സോഫ സെറ്റിയിൽ നിന്നും ഞെട്ടി ഉണരുന്ന ഓസ്ലറിനെയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. അതായത് 3 വർഷങ്ങൾക്ക് ശേഷമുള്ള ഓസ്ലർ. ഒരു മയക്കുമരുന്ന് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം അർജുൻ അശോകന്റെ കഥാപാത്രമായ ഒരു കുറ്റവാളിയെ ഓസ്ലർ പണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യത്തിന് അയാളാണ് തന്റെ ഭാര്യയും മകളെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. കൊന്നുമുറിച്ച് കഷ്ണങ്ങളാക്കി പലയിടത്താക്കി ഉപേക്ഷിച്ചു എന്നാണ് അയാൾ പറയുന്നത്. മദ്യപിച്ചും ഡ്രഗ്സ് ഉപയോഗിച്ചും ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു പോയതിനാൽ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടതെന്ന് അയാൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നെങ്കിലും ഒരു മറുപടി കിട്ടും എന്ന പ്രതീക്ഷയിൽ എല്ലാ മാസവും ഒരു ദിവസം രുചികരമായ ഹോട്ടൽ ഭക്ഷണവുമായി വിഷാദരോഗിയായ ഓസ്ലർ കുറ്റവാളിയെ തേടി ജയിലിലെത്താറുണ്ട്. തുടർന്ന് ഒരു ബൈക്ക് ആക്സിഡന്റിലേക്ക് സീൻ മാറുന്നു. ആക്സിഡന്റിൽപ്പെട്ടയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അധികം പരുക്കുകളൊന്നുമില്ല എങ്കിലും നവീൻ എന്ന അയാൾ പാനിക്കാകുന്നുണ്ട്. അന്ന് അയാളുടെ ഭാര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഭാര്യ ബർത്ത്ഡേ കേക്കുമായി റൂമിലെത്തുമ്പോൾ കാണുന്നത് ആരോ കൊലപ്പെടുത്തിയിട്ട് പോയ നവീനിന്റെ മൃതദേഹമാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള വാചകങ്ങൾ ഉൾപ്പെട്ട ഒരു കുറിപ്പും മൃതദേഹത്തിന്റെ തലയുണയുടെ സമീപത്തു നിന്നും പോലീസിന് കിട്ടുന്നു. ശേഷം ഇതേപോലെ തന്നെയുള്ള അപകടങ്ങൾ നാട്ടിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രത്യേക വാചകങ്ങൾ ഉള്ള കുറിപ്പുകളാണ് ഈ മരണങ്ങൾ തമ്മിൽ ഒരു സാദൃശ്യമുണ്ടെന്ന് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം കൊല്ലുന്ന രീതിയും. ബർത്ത്ഡേ ദിവസം ആളുകളെ കൊല്ലുന്നതിനാൽ മാധ്യമങ്ങൾ കൊലയാളിയെ ബർത്ത്ഡേ കില്ലർ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങുന്നു. അയാളെ കണ്ടെത്താനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ഓസ്ലറും സംഘവും. അധിക ഡോസ് അകത്തു ചെന്നാൽ തലകറക്കം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രത്യേകതരം രാസവസ്തു മരണപ്പെട്ടവരുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്ന് കെമിക്കൽ അനാലിസിസിലൂടെ വെളിപ്പെടുന്നു. മൃതദേഹത്തിന് സമീപം എഴുതി വച്ചിരുന്ന മലയാള വാചകങ്ങൾ നിറഞ്ഞ കുറിപ്പിന്റെ തർജിമ പരിശോധിക്കുമ്പോൾ അത് ലണ്ടനിൽ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം നടന്ന ആശുപത്രി മുറിക്കുള്ളിൽ എഴുതി വച്ചിരുന്ന വാചകങ്ങളാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് മുന്നിലും ഇതേ വാചകങ്ങൾ എഴുതിയിട്ടുള്ളതായി അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ വാചകങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഇനി ഒരു കൊലപാതകം കൂടി നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഓസ്ലർ കണ്ടെത്തുന്നു. വീണ്ടും ഒരു ബൈക്ക് അപകടം കൂടി നടക്കും. ആ സമയത്ത് അതുവഴി കടന്നുപോയ വാഹനങ്ങളുടെ നമ്പർ ട്രേസ് ചെയ്ത് ഒരു ലോറിക്കാരനെ കണ്ടെത്തുമ്പോൾ ആർട്ടിഫിഷ്യൽ ലാറിംഗ്സ് എന്ന ഉപകരണം വഴി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ നിന്നിരുന്നതെന്ന് ഓസ്ലറിന് അയാളിൽ നിന്നും മനസ്സിലാകുന്നു. അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ കേരളത്തിൽ 30ഓളം പേർ മാത്രമേ ഉള്ളൂവെന്ന് തിരിച്ചറിഞ്ഞ് കൃഷ്ണദാസ് എന്നൊരാളിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നു. ഒരു സംഘർഷത്തിന്റെ അവസാനത്തിൽ കൃഷ്ണദാസ് പോലീസ് പിടിയിലുമാകും. ശിവകുമാർ, സേവി, അലക്സാണ്ടർ, സെൽവരാജ് എന്നിവർ ഓടിച്ചിരുന്ന ഒരു കാർ ആക്സിഡന്റിൽപ്പെട്ടതാണ് ഈ കൊലപാതകങ്ങളുടെ എല്ലാം മൂലകാരണം എന്ന് കണ്ടെത്തുന്നിടത്താണ് സിനിമയുടെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. എന്നാൽ ഈ ആക്സിഡന്റ് നടന്നതാകട്ടെ വർഷങ്ങൾക്ക് മുൻപുമാണ്. 4ാമത്തെ ആളായ ജഗദീഷ് അവതരിപ്പിക്കുന്ന ഡോക്ടർ സേവിയെ കൊല്ലാൻ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന അലക്സാണ്ടർ എന്ന കഥാപാത്രം എത്തുമ്പോൾ ഓസ്ലറും സംഘവും അയാളെ പിടിക്കുന്നു. തുടർന്ന് അലക്സാണ്ടർ പറയുന്ന സംഭവങ്ങളിലാണ് കഥയുടെ ചുരുളുകൾ അഴിയുന്നത്. നല്ലതുപോലെ പാടാൻ കഴിവുള്ള ആളായിരുന്നു ഷൈജു കുറുപ്പിന്റെ കൃഷ്ണദാസ് എന്ന കഥാപാത്രം. അയാൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊണ്ടയിൽ ഒരു ചെറിയ തടിപ്പ് വന്നു. അത് പരിശോധിപ്പിക്കുവാനായി അദ്ദേഹം അമ്മയോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഡോക്ടർ അലക്സാണ്ടറിനോടുള്ള പകവച്ച് അലക്സാണ്ടറിന്റെ കൂട്ടുകാരനായ സേവി ശസ്ത്രക്രിയയിൽ കൃത്രിമം കാണിക്കുന്നു. അതിന്റെ ഫലമായി കൃഷ്ണദാസിന്റെ ശബ്ദം നഷ്ടപ്പെടുന്നു. ഡോക്ടർ അലക്സാണ്ടറിന്റെ കാമുകിയായിരുന്നു സുജ.
കൃഷ്ണദാസിന് ശബ്ദം നഷ്ടപ്പെടാനുള്ള കാരണം സേവിയും കൂട്ടുകാരുമാണെന്ന് തിരിച്ചറിഞ്ഞ് കൂട്ടുകാരെയും കോളേജിൽ നിന്ന് അധികൃതർ പുറത്താക്കുന്നു. അതിന്റെ പ്രതികാരമായി സേവി അലക്സാണ്ടറിനെ ക്രൂരമായി മർദ്ദിക്കുകയും വാസക്ടമി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുന്നു. തുടർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഡോക്ടർ അലക്സാണ്ടറിന് ബോധം തന്നെ നഷ്ടമാകുന്നു. അലക്സാണ്ടർ ഇനിയൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതുന്ന കാമുകിയായ സുജ ഒരു പ്രൈവറ്റ് ബസിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അലക്സാണ്ടർ ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ കൃഷ്ണദാസിന്റെ കഥ പറയുന്ന ഒരു TV പ്രോഗ്രാം കാണാനിടയായ അലക്സാണ്ടറിന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ശേഷം അയാളും കൃഷ്ണദാസും തമ്മിലുള്ള ആലോചനകളിലാണ് തങ്ങളെ വേദനിപ്പിച്ചവരെയെല്ലാം കൊല്ലാൻ അവർ തീരുമാനിക്കുന്നത്. അതിൽ ഇനി അവശേഷിക്കുന്നത് സേവി മാത്രമാണ്. അലക്സാണ്ടർ സേവിയെ തട്ടിക്കൊണ്ടുപോയി അയാളുടെ കൈത്തണ്ടയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മഷി വെച്ച് വരയ്ക്കുന്ന സമയത്തായിരുന്നു അയാളെ പോലീസ് പിടിക്കുന്നത്. അങ്ങനെ സേവിയുടെ ആത്മകഥാ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്ത് അയാൾ കുഴഞ്ഞു വീഴുന്നു. ആ സമയത്ത് തന്നെ കെമിക്കൽ അനലിസ്റ്റായ അനൂപ് മേനോന്റെ കഥാപാത്രം ഓസ്ലറെ വിളിച്ച് അതൊരു പ്രത്യേകതരം മഷിയാണെന്നും 6 ദിവസങ്ങൾ കൊണ്ട് ബാക്ടീരിയ ഉള്ളിൽ ചെന്ന് ജീവനെടുക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് ആ മഷിക്കുള്ളതെന്നുമൊക്കെ ഓസ്ലറോട് പറയുന്നു. അങ്ങനെ പോലീസ് അലക്സാണ്ടറിനെയും കൃഷ്ണദാസിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകുന്നതിനിടയിൽ തന്റെ ഭാര്യയും മകളും മരിച്ചിട്ടില്ല എന്ന് ഓസ്ലർക്ക് അലക്സാണ്ടർ ഒരു സൂചന നൽകുന്നു. ശേഷം തന്റെ ഭാര്യയും മകളും മരിച്ചിട്ടില്ല എന്ന് തെളിവ് സഹിതം അർജുൻ അശോകന്റെ കഥാപാത്രത്തോട് പറയുന്ന ഓസ്ലറിനെയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. എവിടെയാണ് എൻ്റെ ഭാര്യയും മകളെയും നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര നാളും കാത്തിരുന്നതെന്ന് അർജുൻ അശോകന്റെ കഥാപാത്രം പറയുന്നു. നിങ്ങൾ വലിയ മിടുക്കനല്ലേ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ എന്ന് അർജുൻ അശോകന്റെ കഥാപാത്രം പറയുന്ന സമയത്ത് സിനിമ അവസാനിക്കും.